എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് കമ്മനഹള്ളിയിലാണ്. ഞാൻ ശരിക്കും റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ മൈക്ക് കണക്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ആദ്യം സംഗമസിൽ പോയിട്ടുണ്ടായിരുന്നു. സംഗമസിൽ പോയി ഫുഡ് കഴിച്ചു. അതുപോലെ തന്നെ സംഗമസിലോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കമ്മനഹള്ളിയിലെ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗത്തൂടെയാണ് വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ കുറേ ബ്രാൻഡഡും അൺബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഏരിയയിൽ കൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കുണ്ടായി. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഏരിയ ആയിരിക്കും കമ്മനഹള്ളി. അപ്പോൾ ഇതിനേക്കായി നല്ല അടിപൊളി സ്ട്രീറ്റ് ഫുഡ് ഏരിയാസ് വേറെയും ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പം എന്നും പറഞ്ഞ് കമ്മനഹള്ളി മോശം ഏരിയ, അതായത് സ്ട്രീറ്റ് ഫുഡ് അത്ര ഇതെല്ലാം എന്നല്ല പറയുന്നത്. നമുക്ക് സ്ട്രീറ്റ് ഫുഡും പ്രത്യേക ഒരു സിറ്റി വൈബൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കമ്മനഹള്ളി. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മനഹള്ളിയിൽ ഉള്ള ആ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ക്യാമറയൊക്കെ എടുത്ത് ഇറങ്ങിയത്. അപ്പം ആ ക്യാമറ എടുത്ത് ഇറങ്ങിയ വഴിക്ക് എന്തായാലും നമ്മൾ ഇവിടുത്തെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അതാണ് സംഗമസ്. അവിടെ നമ്മൾ പൊറോട്ടയും ബീഫ് ഫ്രൈയും ആണ് കഴിച്ചത്. ബീഫ് റോസ്റ്റാണ് കഴിച്ചത്. അതേ കമ്മനഹള്ളിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന എംപയർ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ചെറിയ റോഡ് സൈഡിൽ ചെറിയ കടകളൊക്കെ കാണാൻ പറ്റും. ചെറിയ തുണിക്കടകൾ, അതായത് കടയായിട്ടല്ല, ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ അവർ തന്നെ ചെറിയൊരു ടേബിളൊക്കെ ഇട്ടിട്ട് വിൽക്കുന്ന കുറേ കടകൾ, തുണിയും പിന്നെ ഷൂസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വിൽക്കുന്ന കുറേ കടകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വേറെ കുറേ കടകളുണ്ട്. അതായത് 59 രൂപയ്ക്കൊക്കെ ഡ്രസ്സ്, പിന്നെ 100 രൂപയ്ക്ക് പാൻറ്റ്, അങ്ങനെയൊക്കെ കിട്ടുന്ന കുറേ കടകളുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ. ഈ ഒരു സിഗ്നൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മനഹള്ളിയുടെ സെൻറ്റർ ഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ സ്ട്രൈറ്റോ എങ്ങോട്ട് പോയാലും നമുക്ക് കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ആദ്യം ഇവിടുന്ന് റൈറ്റ് പോകുമ്പോൾ ആ ഒരു വശത്തു നിന്നാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വശം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞത്. നമ്മൾ ശരിക്കും ഹെബ്ബാൾ സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ വരുന്ന റൂട്ടിൽ കമ്മനഹള്ളിയിൽ ആ ഒരു ഫുഡ് സ്പോട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നായിരിക്കും. ഈ ഒരു കുറച്ച് സ്പോട്ടുണ്ട് ഇവിടെ. പിന്നെ ഇത് ഇപ്പുറത്ത് മാംഗോസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അതൊരു ജ്യൂസ് ഷോപ്പാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഹെബ്ബാളിൽ നിന്നൊക്കെ വരുമ്പം കമ്മനഹള്ളിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് വരുന്നത്. കറക്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ല, ഒരു റെസ്റ്റോറൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് തിരിച്ച് അപ്പുറേ വശത്തോട്ട് തന്നെ പോകാം. ഗൈസ്, ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്തിരി റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഫ്രിക്കൻസൊക്കെ കുറേ പേര് ഇവിടെ പഠിക്കാനൊക്കെ വന്നിട്ട് ഇവിടെ രാത്രിയായി കഴിയുമ്പം ഈ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് കുറേ പേരിങ്ങനെ കറങ്ങി നടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അവരെ ഒന്നും ആരും ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാറില്ല. പോലീസിനെ കാണുമ്പോൾ ഇവർ ഓടിപ്പോകുന്നത് കാണാം. അപ്പം നമ്മളിങ്ങനെ സാധാരണ കമ്മനഹള്ളി വരുമ്പോൾ അവരോടിങ്ങനെ ഓരോരുത്തർ വന്ന് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് ഒന്നും സംസാരിക്കുന്നില്ല. നമ്മൾ അവരുടെ അടുത്തെങ്ങാനും വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വന്ന് മുട്ടുന്നുണ്ടോ എന്നൊക്കെയൊന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള പരിപാടി. അപ്പം ഇപ്പോൾ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് അവർ ഇറങ്ങി തുടങ്ങത്തേ ഉള്ളൂ ശരിക്കും. കാരണം ഈ ഒരു ഏരിയ ഇതുവരെ ആൾ കുറഞ്ഞിട്ടില്ല. ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പം ആൾക്കാർ കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവരിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുള്ളൂ. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ 2 പേര് നിൽപ്പുണ്ട്. പക്ഷേ അവർ ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു ചേട്ടനാണ് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഒന്ന് കറങ്ങി വരാം. ഇപ്പോഴും ആൾ കുറഞ്ഞിട്ടില്ല. നമുക്ക് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എവിടെയെങ്കിലും കുറച്ച് നേരം നിന്നിട്ട് ആൾ കുറയുന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കാം. നമ്മളിപ്പോൾ ഇരിക്കുന്നില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഓട്ടോ കിടക്കുന്നുണ്ടോ, അതിൻ്റെ ബാക്കിലായിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പം നമുക്കെന്തായാലും ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി നിന്ന് നോക്കാം ഇവർ വന്ന് മുട്ടുന്നുണ്ടോ എന്തോ എന്നുള്ളത്. ഇപ്പം ഏറ്റവും വലിയ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ ക്യാമറ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ സീൻ. അത് വിഷയം ഉണ്ടാക്കുമെന്നുള്ളത്. ഒന്നാമത് ഓട്ടോക്കാരും കൂടെ നിൽപ്പുണ്ട്, കേരള രജിസ്ട്രേഷൻ വണ്ടിയും കൂടി ആയതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ സീൻ. $4,000. Nay. How much? We go? Nay. How much you have? I don't have anything. Okay, bye.
ഇപ്പുറത്ത് ഒരാൾ നിൽപ്പുണ്ട്, നോക്കാം എന്ത് പറയുന്നതെന്ന്. നോ 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 2000. No. ഗായ്സ് ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ചുമ്മാ ചെന്ന് അവിടെ നിന്ന് നിന്നിട്ടേ ഉള്ളൂ. അപ്പം തന്നെ 3 പേരാണ് വന്ന് നമ്മളടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു സിഗ്നൽ കഴിയട്ടെ കേട്ടോ പറയാം. ഇവിടെ നിന്നിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം കമ്മനഹള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും മലയാളീസിൻ്റെ ഏരിയ. അപ്പം നമ്മൾ സംസാരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഈ സിഗ്നലിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. നമ്മളാണെങ്കിൽ അവിടെ ജസ്റ്റ് പോയി ചുമ്മാ ഒന്ന് നിന്നപ്പോൾ തന്നെ നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പം ആദ്യം സംസാരിച്ചവരാണെങ്കിൽ എന്തോ 4000 രൂപ പറഞ്ഞു, എന്നിട്ട് എന്തോ 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായി. എനിക്ക് ക്ലിയറായിട്ട് കേട്ടിട്ടില്ല, ഹെൽമെറ്റൊക്കെ വെച്ചേക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത്തിരി ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഉണ്ട് വേറൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു 2000 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു 2000. ശരിക്കും ഇവരൊക്കെ ആണെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് പഠിക്കാൻ വന്നിട്ട് ഇവിടെ രാത്രി ഇതുപോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ ബിസിനസ് നടത്തുകയാണ്. നമുക്ക് ഇവരെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ചർച്ച് സ്ട്രീറ്റിലും പിന്നെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കണ്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കക്കാരല്ല, അവിടെ ഫുള്ള് ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് കണ്ടേക്കുന്നത്. അപ്പം ഞാനിവിടെ നമ്മുടെ റൂമിനടുത്ത് ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു അണ്ടർ ബ്രിഡ്ജ് ഉണ്ട്. ആ ഒരു അണ്ടർ ബ്രിഡ്ജിൻ്റെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം തിരിച്ച് പോകുന്ന വഴി അവിടെ ഉണ്ടെങ്കിൽ അവരെയും കൂടി ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് അണ്ടർ ബ്രിഡ്ജ്. ഇതിൻ്റെ അപ്പുറേ വശത്താണ് അവർ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ റെഡ് സിഗ്നലാണ്. അവരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ എവിടെയോ ആണ് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ശരിക്കും ഞാനിത് ഈ റാപ്പിഡോ ഓടുന്നേരമാണ്. നിങ്ങൾക്ക് റാപ്പിഡോയുടെ വീഡിയോ ഇടുന്നുണ്ടാവും, അത് കണ്ടാൽ മനസ്സിലാവും. ചില വീഡിയോയിൽ അത് റെക്കോർഡായിട്ടുണ്ടാവും. നമ്മൾ അപ്പം റാപ്പിഡോ ഓടുന്ന സമയത്താണ് ഇവരിവിടെ നിൽക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. എന്തായാലും നോക്കാം അവരിന്നുണ്ടോ എന്നുള്ളത്. നമുക്കിവിടെ ആണെങ്കിൽ അവരുടെ അടുത്തൂടെ പോകണമെങ്കിൽ എന്തായാലും അവർ സൈഡിൽ നിൽക്കുള്ളൂ, അവരെന്തായാലും ഇങ്ങോട്ട് വരില്ല. നമുക്ക് നടന്ന് തന്നെ പോയി നോക്കാം അവരുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വണ്ടി എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. അവരോട് എന്തായാലും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം ഇതിത്തിരി കറക്റ്റ് മെയിൻ സെൻട്രൽ ഏരിയ ആണ്. അതുപോലെ തന്നെ ക്യാമറയും ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും സീൻ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തല്ല് കിട്ടാനുള്ള സകല വഴിയുണ്ട്. അത് കാരണം നമ്മളെന്തായാലും ഇവരോട് സംസാരിക്കത്തില്ല. അവരുണ്ടെങ്കിൽ അവരുടെ അടുത്തൂടെ ഒന്ന് പോയി നോക്കാം. അവിടെ ആണെങ്കിൽ അപ്പോൾ 2 പേര് നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ പണിയും കിട്ടും. ഇതുണ്ട് ഇവിടെ 2 പേര് നിൽക്കുന്നത്. നൈ അവർ വിളിക്കുന്നുണ്ടോ? എൻ്റെ ദൈവമേ, ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോയി വേണം വണ്ടി എടുക്കാൻ. അതാണ് സീന് ഗൈസ്. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വണ്ടി എടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചത് ഇവർ ട്രാൻസ്ജെൻഡേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെ വിളിക്കത്തൊന്നുമില്ല, നമ്മൾ അടുത്തൂടെ പോയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മാത്രമേ കുഴപ്പമുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മളതിൻ്റെ അടുത്തൂടെ പോയപ്പോൾ തന്നെ എന്താ പറയുക, അവർ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം അതിനുള്ളിലേക്ക് വേറെ ഒരു ചേട്ടനൊക്കെ കയറി പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു വീടിനുള്ളിലേക്ക്. എന്തായ അവസ്ഥ എന്നൊന്നും അറിയാൻ മേല. അപ്പം നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ അവിടുന്ന് ആഫ്രിക്കൻ ലേഡീസിൻ്റെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ തന്നെ നമ്മളെ അടുത്ത് വന്നിട്ട് റേറ്റും കാര്യങ്ങളും ഇങ്ങോട്ട് തന്നെ പറയുണ്ടായി. ഇവിടെ വന്നപ്പോൾ നമ്മളെ അങ്ങോട്ട് വിളിച്ച് തരുന്നത്. ഞാനിവിടെ വിളിച്ചപ്പോൾ ശരിക്കും ആകെ പേടിച്ചു പോയി, കാരണം ക്യാമറ എങ്ങനെ കണ്ടിട്ടാണോ വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് ഞാൻ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്തത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ബാംഗ്ലൂരിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ ചർച്ച് സ്ട്രീറ്റിലായാലും, ചർച്ച് സ്ട്രീറ്റിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും, ആഫ്രിക്കൻസ് ഉണ്ടാവും. ഞാൻ ചർച്ച് സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മജസ്റ്റിക്കിൽ കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സിനെ മാത്രമാണ് ഞാൻ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയിലൊക്കെ കുറേ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെയൊക്കെ വീഡിയോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ്. കാരണം നമ്മൾ ക്യാമറയും കൊണ്ട് പോയി കഴിഞ്ഞാൽ വൻ സീനാവും. ഇവർ തന്നെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവർ സീനാക്കും. അതുപോലെ തന്നെയാണ് അവിടെയും. അപ്പോൾ ക്യാമറ ഒളിപ്പിച്ച് വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടിക്കഴിഞ്ഞാൽ ഞാനതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പേർപ്പസിന് വേണ്ടി ചെയ്തതാണ്. അല്ലാതെ ഞാൻ ഈ ഒരു കാര്യത്തിനെ പ്രൊമോട്ട് ചെയ്യുകയോ നിങ്ങളാരും ഇതിന് പോകണം എന്നോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ജസ്റ്റ് ബാംഗ്ലൂരിൻ്റെ നൈറ്റ് ലൈഫ് എന്താണെന്ന് കാണിച്ച് തരുന്നതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും ബാംഗ്ലൂരിൽ നൈറ്റിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൂടി ഞാൻ കാണിച്ചു തന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.